നമുക്ക് ഇനി പ്രോബ്ലം നോക്കാം. റിയാക്റ്റീവ് വാൾ 320 mm thick is made up of an inner layer of fiber brick covered with a layer of insulation. The reactor operates at a temperature of 1325 degrees Celsius and ambient temperature is 25 degrees Celsius. First question എന്ന് പറഞ്ഞാൽ determine the thickness of fiber brick and insulation which gives minimum heat loss. Second is calculate the heat loss presuming the insulating material has a maximum temperature 1200 degrees Celsius. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് റിയാക്റ്റീവ് വാൾ. ഇപ്പം ദിസ് ഈസ് എന്താ ഒരു ക്രോസ് സെക്ഷനാണ്, ഞാൻ അടുത്ത് കാണിക്കുന്ന ഫിഗറാണ്. അപ്പോൾ ഇത് ക്രോസ് സെക്ഷൻ ആയിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുക. കാരണം റിയാക്റ്റീവ് വാൾ 320 എന്ന് പറഞ്ഞാൽ റിയാക്ടറിൻ്റെ ടോട്ടൽ ടോട്ടൽ ലെങ്ത് ആണ് 320 mm. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞതിനുള്ള ഡീറ്റെയിൽ ഫിഗർ. ഇത് ഫസ്റ്റത്തെ ഫയർ ബ്രിക്കിൻ്റെ ലെയർ നമ്മൾ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു സർക്കുലർ ഏത് ഷേപ്പ് ആയിക്കോട്ടെ, നമുക്ക് ഇന്നർ ലെയർ എന്ന് പറഞ്ഞാൽ അത് റിയാക്ടറിൻ്റെ ഹീറ്റ് സബ്സ്റ്റൻസ് എല്ലാം പോകുന്ന ഈ ഇന്നർ ഭാഗത്തായിരിക്കും. ഇതതിൻ്റെ ക്രോസ് സെക്ഷൻ. ഓക്കെ, 2 ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. ഫയർ ബ്രിക്കും ഉണ്ട്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞായിരിക്കും ഔട്ടർ ലെയർ. അത് ആംബിയൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഔട്ടർ ലെയർ വരുന്നു റിയാക്ടറിൻ്റെ. ഇത് കാരണം നമ്മൾ ചുറ്റുവട്ടം വരുന്നു. അപ്പോൾ ഇന്നീന്ന് ഔട്ടറിലോട്ടുള്ള ആണ് ഈ കാണിക്കുന്നത്. 2 ലെയേഴ്സ് ഉണ്ട്, ഫയർ ബ്രിക്കും ഉണ്ട്, ഓർഡർ കണക്ക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് 1320 റിയാക്ടീവ് ടെമ്പറേച്ചർ എന്തായാലും ഈ ആദ്യത്തെ വരത്തുള്ളൂ. ഓക്കെ, കാരണം ഇന്ന ലെയറിലല്ലേ ഹീറ്റ് കിടക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെയറിലായിരിക്കും എന്താ 1325 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആംബിയൻ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഔട്ടർ ലെയറിലേ വരത്തുള്ളൂ എല്ലാം കഴിഞ്ഞുള്ള അവസ്ഥ. പിന്നെ പറഞ്ഞിട്ട് മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ 1200 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ, അപ്പം ആ 1200 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇത് രണ്ട് ഇൻ്റർഫേസിലല്ലേ വരത്തുള്ളൂ. കാരണം ആദ്യമേ ഫയർ ബ്രിക്ക് വരുന്നു. ഓക്കെ, റിയാക്ടറിൻ്റെ ടെമ്പറേച്ചർ വരുന്നുണ്ട് ഉള്ളിലെ ഫസ്റ്റ് ലെയറിലേ വരത്തുള്ളൂ. ഇവിടെ ആയിരിക്കും ഹീറ്റ് വരുന്നത്. അതായത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ 1200 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോഴേക്കും ഈ രണ്ടിൻ്റെ ഇൻ്റർഫേസിലേ വരത്തുള്ളൂ. ഈ പോയിന്റിലായിരിക്കും മാക്സിമം വരുന്നത്. കാരണം ഏറ്റവും ഔട്ടറിൽ ആംബിയൻ ടെമ്പറേച്ചർ, അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ ആ ഇൻ്റർഫേസിലല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക് കണ്ടീഷൻ. ഫയർ ബ്രിക്ക് ഇൻസുലേഷൻ മെറ്റീരിയൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത് 320 mm ആണ്. അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തന്ന ഡേറ്റസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം T1 അല്ലേ. ഫസ്റ്റ് T1 ഈസ് ഈക്വൽ ടു 1325 ഡിഗ്രി സെൽഷ്യസ്. പിന്നെയുള്ള T2 ഈസ് ഈക്വൽ ടു 1200 ഡിഗ്രി സെൽഷ്യസ്. പിന്നെന്താ ഉള്ള നമുക്കറിയാം ഫൈനൽ T3 ഓർഡറിനെ കൊടുത്താൽ T1 T2 T5 3 ഉണ്ട്. ലെങ്ത് നമുക്ക് ടോട്ടൽ ലെങ്ത് എല്ലാം അറിയാം അല്ലേ. ടോട്ടൽ ലെങ്ത് 320 mm. അതെന്ന് പറഞ്ഞത് ഇത് രണ്ടിനും സമ്മല്ലേ, LA + LB. നമ്മളോട് ചെയ്യുന്ന ട്രിക്ക് എന്ന് പറയുന്നെങ്കിൽ ഒന്നിൽ എക്സ്പ്രസ് ചെയ്യുക. കാരണം രണ്ടിൽ നമുക്ക് വാല്യൂ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ LB നമുക്കൊരു കാര്യം ചെയ്യാം. LB = മറ്റേ എക്സ്പ്രസ് ചെയ്യുക. LB = 320 mm മീറ്ററിലോട്ടാക്കണം. ഓക്കെ, 3 അതായത് 1 mm 1/1000 വരില്ലേ. 1000 എടുക്കുമ്പോഴേ mm എന്താണ് മീറ്റർ ആവുന്നത്. അപ്പം 320/1000. ഓക്കെ, 0.32 അപ്പുറം കൊണ്ടുപോകുമ്പോഴേക്കും -LA ആയി. ഓക്കെ, നമുക്കത് LB കിട്ടി. LB എന്താണ് 320.32 -LA കിട്ടി. ഇനി എന്താ ഉള്ള രണ്ടിൻ്റെയും തെർമൽ കണ്ടക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഫയർ ബ്രിക്ക് K = 0.84 W/m². and KB. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, സെക്കൻഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ 0.16 W/m². ഓക്കെ, ബേസിക് ഇക്വേഷൻ ഹീറ്റ് ഫ്ലക്സ്. ഹീറ്റ് ഫ്ലക്സ് Q is equal to delta T by എന്താ സിഗ്മ R ഓവറോൾ. ഓക്കെ, ഇതാണ് ബേസിക് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ. Q is equal to delta T by സിഗ്മ R ഓവറോൾ അല്ലേ. ഇപ്പം നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം Q എന്ന് പറയുന്നത് എന്താണ് A × ഡെൽറ്റ ടി. ഇത് എടുത്തെഴുതുമ്പോഴേക്കും ഇവിടെ എന്താണ്, ഇവിടെ ഒരു പ്ലെയിൻ വാൾ. നമുക്ക് പറയാം പ്ലെയിൻ വാൾ എന്താ L/, ഈ കെയും കൂടെ താഴെ ഉണ്ട് കേട്ടോ. L/K എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് കെ മേളിൽ കൊണ്ടുപോയതേ ഉള്ളൂ. ഓക്കെ, ഡെൽറ്റ ടി ബൈ നമുക്കറിയാം റെസിസ്റ്റൻസ് ഫോർ ഒരു തെർമൽ അല്ലേ, റെസിസ്റ്റൻസ് ഫോർ ഒരു പ്ലെയിൻ വാൾ എന്ന് പറഞ്ഞാൽ L/K ആണ് മേളിൽ പോയി. ഇതാണ് ഇക്വേഷൻ എന്ന് അറിയാം. പക്ഷേ ഇവിടെ നോക്കുമ്പോഴേക്കും നമുക്ക് ഏരിയ തന്നിട്ടില്ല അല്ലേ. നമുക്ക് ഏരിയ വരാനുണ്ട് ലെങ്ത് പോലും. ലൈക്ക് ഇത് പ്ലെയിൻ വാളാണ്, ഒരു റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇത് അങ്ങോട്ട് ലെങ്ത് വൈസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ
ഉള്ള ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൽ ഉണ്ട്, കെ ഉണ്ട്, ഡെൽറ്റ ടി കിട്ടും. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണം. യൂണിറ്റ് ഏരിയ ഹോൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പല രീതിയിലെടുക്കുക. ഇത് ക്യൂ എന്ന് പറയണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഏരിയ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഏരിയ 1 ആയിട്ട് അസ്യൂം ചെയ്യും. മനസ്സിലായോ? ഏരിയ നമുക്ക് തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ്റെ ഏരിയ എന്താണെന്ന് തന്നിട്ടില്ലെങ്കിൽ അത് 1 ആണെന്ന് അസ്യൂം ചെയ്യില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വേണം പറയാം, ക്യൂ ഇപ്പുറം എ ബൈ കൊണ്ടുവരുന്നു, അപ്പം യൂണിറ്റ് ഏരിയ കണ്ടീഷൻ എടുക്കുന്നു, അപ്പോൾ നമ്മൾ വേറെ ടേം ക്യൂ എന്ന് വിളിക്കുന്നു. ബാക്കി അവിടെ എന്തേ ഉള്ളൂ, ഡെൽറ്റ ടി ബൈ എ ഇല്ല നമുക്ക്, ഓക്കെ, എൽ ബൈ കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ഇത് വെച്ചായിരിക്കും ചെയ്യുന്നത്. ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ എൽ ബൈ കെ. അപ്പോൾ നമ്മളിനി ഓരോന്ന് രണ്ടിനെ അപ്ലൈ ചെയ്താൽ പോരെ. നോർമൽ നമുക്കറിയാം, എപ്പോഴും ഔട്ടർ നമുക്കറിയാം എത്ര ഇതുണ്ടെങ്കിൽ എത്ര വോൾ കോമ്പോസിറ്റ് ഇതെന്ന് പറഞ്ഞാൽ അത് കോമ്പോസിറ്റ് ഒരു 2 വോൾ വരെ ഉള്ളതേ ഉള്ളൂ. നമ്മൾ അറിയാം ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഔട്ടർ ഇന്നർ മൈനസ് ഔട്ടർ, ഓക്കെ, അതിൻ്റെ വലുതും മൈനസ് ചെറുതേ വരത്തുള്ളൂ, അത് നമുക്കറിയാം. അപ്പം ഡെൽറ്റ ടി എന്ന് പറയുമ്പോഴേക്കും എന്താ വരുന്നത്, അപ്പോൾ അതിന് മുമ്പ് ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇക്വേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പറയുന്ന ബേസിക് തിയറി ഉണ്ട്, ക്യൂ റിമെയിൻസ് സെയിം അല്ലേ. ഈ ഉള്ളിൽ നിന്ന് ഹീറ്റ് വന്ന് ഈ ലെയറിനുണ്ടാകുന്ന ക്യൂവും ഈ ലെയറിനുണ്ട ക്യൂവും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻ ഫോം ചെയ്യാം. ബേസിക്കായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എന്താ, ക്യൂ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമുക്ക് എന്തായാലും അവർ ചോദിച്ചെങ്കിൽ ഫസ്റ്റ് ചോദിച്ചാൽ തിക്നെസ്സാണ്. തിക്നെസ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലയും എൽ ബിയും കണ്ടുപിടിക്കണം, അതിന് സമ്മല്ല തിക്നെസ്. അപ്പം ഇത് നമുക്കറിയാം സാധാ ഇക്വേഷൻ വെച്ച് ഏറ്റവും ഇന്നർ മൈനസ് ഔട്ടർ 1325 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 25 ഡിഗ്രി സെൽഷ്യസ് ആ ഇക്വേഷനും ഈ ഒരു ഇത് എലോൺ നമുക്ക് ഇത് ഇൻഡിവിജ്വലി ഒരു പ്ലെയിൻ വാളോട്ട് എടുത്തോടെ വേണമെങ്കിൽ ഇതും എടുക്കാം. ഓക്കെ, ഇതിൽ എലോൺ മാത്രമായിട്ട് എടുക്കും. അത് രണ്ടിൻ്റെ ക്യൂ സെയിം ആണെന്ന് നമുക്ക് അറിഞ്ഞൂടെ, അത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോർമൽ നമുക്കറിയാം ക്യൂ സിക്വൽ ഡെൽറ്റ ടി ഓവറോൾ എടുക്കുമ്പോഴേക്കും ബൈ ആർ തെർമൽ സിഗ്മ ആർ തെർമൽ എടുക്കുമ്പോഴേക്കും ഇന്നർ ലെയർ 1325 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 25 ഡിഗ്രി സെൽഷ്യസ് ബൈ സം ഓഫ് ഓൾ റെസിസ്റ്റൻസ്, ഓക്കെ, റെസിസ്റ്റൻസ് ഡ്യൂ ടു ഫയർ ബ്രിക്ക് ആൻഡ് റെസിസ്റ്റൻസ് ഡ്യൂ ടു ഇൻസുലേഷൻ എടുക്കാം. ഓക്കെ, അതും ഒരു ഇക്വേഷൻ ക്യൂ കിട്ടും. നമുക്ക് ക്യൂ സെയിം ആയതുകൊണ്ട് അപ്പോൾ ഇത് ഇൻഡിവിജ്വലി എടുക്കുന്ന ക്യൂവും സെയിം ആവുമെന്ന് നമുക്കറിയാം അല്ലേ. ഇതിന് ഇൻഡിവിജ്വലി ഉണ്ടാകുന്ന ക്യൂവും ഇതിന് ഇൻഡിവിജ്വലി ഉണ്ടാകുന്ന ക്യൂവും ടോട്ടൽ ഉണ്ടാകുന്ന ക്യൂവും സെയിം ആണ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഇപ്പോൾ കറണ്ട് എല്ലായിടത്തും സെയിം നമുക്കറിയാം, സീരീസിന് കറണ്ട് സെയിം ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലോജിക്കിലാണ് ഇവിടെ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ പറഞ്ഞു നേരത്തെ, അപ്പോൾ സ്മോൾ ക്യൂ കൊടുക്കണം. ഓക്കെ, സാധാ ക്യൂ അല്ല, സാധാ ക്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ടൈമായിട്ട് നമ്മൾ കൺസിഡർ റേറ്റാണ്. ഇവിടെ നമ്മൾ യൂണിറ്റ് ഏരിയ കൺസിഡർ എടുത്ത് നമുക്കറിയാമല്ലോ നേരത്തെ ഏരിയ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, T1 മൈനസ് T2 അതായത് നമ്മൾ ഈ 2 1320 ആ കുഞ്ഞ് ഇൻ്റർഫേസ് മാത്രം ആദ്യത്തെ ഫയർ ബ്രിക്കിൻ്റെ മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പുറത്തെ കയ്യിൽ എടുത്താലും മതി, ഫയർ ബ്രിക്കിന് എടുക്കുന്നേ ഉള്ളൂ. അതിൻ്റെ മാത്രം എടുക്കുമ്പോൾ അതിൻ്റെ ഏരിയ അവിടെ ആകെ എന്താ ഫയർ ബ്രിക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഫയർ ബ്രിക്കിൻ്റെ ആണ് നമുക്കറിയാം എൽ ബൈ കെ. ഓക്കെ, ഇത് ഒന്നാമത്തെ പാർട്ട്. ഇന്ന് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഹോൾ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഏറ്റവും ഇതായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇപ്പം വേണമെങ്കിൽ ഞാനിപ്പം എടുക്കാം, അടുത്ത ഇത് 2 പാർട്ടായിട്ട് തന്നെ എടുക്കാം അല്ലേ, സെപ്പറേറ്റ് എടുക്കാം, ഹോൾ എടുക്കുന്നില്ല. അപ്പം T1 മൈനസ് T2 ബൈ LA ബൈ കെയും രണ്ടാമത്തെ പാർട്ടായിട്ട് എടുക്കുക T2 മൈനസ് T3 ബൈ LB ബൈ KB. ഓക്കെ, അപ്പം T1 മൈനസ് T2 ബൈ LA ബൈ KA, T2 മൈനസ് T3 ബൈ LB ബൈ KB. ഓക്കെ, ഈ രണ്ടും നമുക്കറിയാം, ഇത് രണ്ടിൻ്റെ ക്യൂ സെയിം ആയതുകൊണ്ട് 2 ഇക്വേറ്റ് ചെയ്തോടെ. നമുക്കറിയാം ഇതിൻ്റെ ടെമ്പറേച്ചർ അറിഞ്ഞൂടെ, 1325 മൈനസ് 25 ബൈ ഇവിടുത്തെ വാല്യൂ നമുക്ക് LA എന്ന് പറഞ്ഞുകൂടാ, LA ബൈ കെ നമ്മൾ തിരിച്ച് LBയിലല്ലേ എക്സ്പ്രസ് ചെയ്തിരുന്ന ആദ്യമേ അല്ലേ. കെ ബൈ LA ബൈ ഓക്കെ 0.84 പ്ലസ് ആദ്യത്തെ ലെയർ. പിന്നെന്താ ഉള്ളത്, T1 മൈനസ് T ഇപ്പോൾ നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എടുത്തേക്കുക. ഓക്കെ, ഈ ആദ്യത്തെ ഇത് 3 ഈക്വലാണ് നമുക്കറിയാം. ഇത് T1 മൈനസ് T ഇതിന് ആദ്യമേ പറഞ്ഞ കണക്ക് ഇത് 3 ഈക്വലാണല്ലേ. T1 മൈനസ് T3 ബൈ എന്താ ഇതും ഈക്വലാവുമല്ലോ ഏറ്റവും. ഇത് നമ്മൾ സാധാ ഇക്വേഷൻ LB ബൈ KB. ഓക്കെ, ഇതിൽ ഏതെങ്കിലും 2 3 ഇക്വേറ്റ് ചെയ്ത് നമുക്ക് LA LBയും കണ്ടുപിടിച്ചാൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതും ഞാൻ എഴുതിക്കുന്നതാണ്. ഓക്കെ, ഞാൻ എഴുതിക്കുന്നത് ഇത് നമ്മളെ ഏറ്റവും ഇന്നറും ഔട്ടറും
എന്താ അതുമാണ്. പിന്നെ ഈ ഫസ്റ്റത്തെ ഇത് രണ്ടുമാണ് 1, 3 എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 1, 3 എടുക്കുമ്പോഴേക്കും അത് നമുക്കറിയാം. 1 എന്ന് പറയുമ്പം ഇതാണ് സാധാ ഇക്വേഷൻ, ഫസ്റ്റത്തെ പാർട്ടിൻ്റെ. രണ്ടാമത്തെ LB എന്ന് പറയുന്നത് ഓക്കെ LB ബൈ 0.16 അതെന്ന് പറയുന്നത് ഓക്കെ. അടുത്ത് ഇത് നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ 1025 മൈനസ് 1200 ബൈ LA ബൈ 0.84. ഓക്കെ, അതിന് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോഴേക്കും ഓക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ കാൽക്കുലേഷൻ പാർട്ടാണ്. അവസാനം എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് LA എന്ന് പറഞ്ഞത് ആദ്യം മീറ്ററിൽ കിട്ടുന്നത് MM കൺവേർട്ട് ചെയ്യുമ്പോൾ LA = 114.6 mm എന്ന് കിട്ടി. ഇനി നമുക്കറിയാം LB റിലേഷൻ ആയാലും. ഓക്കെ, LB = 0.32 മൈനസ് LA എന്ന് നമുക്ക് അറിഞ്ഞൂടെ. അപ്പോഴേക്കും നമുക്ക് തിരിച്ച് LB കിട്ടണമെങ്കിൽ LB എന്ന് പറഞ്ഞത് അത് 0.32 മൈനസ് LA എന്ന് പറയുന്നത് തിരിച്ച് മീറ്റർ കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കണം. ഓക്കെ, LB എന്ന് പറയുന്നത് 0.32 മൈനസ് LA. അപ്പോൾ തിരിച്ച് LB എന്ന് പറയുന്നത് 0.32 മൈനസ് 0.114. അപ്പം അത് മീറ്ററിൽ കിട്ടും. തിരിച്ച് MM തന്നെ വരികയാണെങ്കിൽ 205.4 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എന്താ LA LBയും കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ ആയതുകൊണ്ട് തിക്നെസ് എന്ന് പറയുമ്പോഴേക്കും ഇത് നമുക്കറിയാം. അവർ ഫസ്റ്റ് ചോദിച്ചെങ്കിൽ തിക്നെസ്സാണ്. അപ്പോൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ LA LB സമ്മ് അക്കോർഡിംഗ് ടു ഫിഗർ നമുക്കറിയാം. ഇറ്റ് ഈസ് സം ഓഫ് LA ആൻഡ് LB. ഓക്കെ, ഇത് ടോട്ടൽ എന്താ റിയാക്ടർ വാളിൻ്റെ തിക്നെസ് ആണ് LA + LB. ഇൻസുലേഷൻ എല്ലാം ഓക്കെ, ഇൻസുലേഷന് മാത്രം തിക്നെസ്. ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എനിക്കൊന്ന് ഇൻസുലേഷന് മാത്രമാണ്. ഇൻസുലേഷൻ എല്ലാം തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം LB ഓർഡർ സെക്കൻഡ് അല്ലേ. അപ്പോൾ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ 205.4 mm. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് ചോദിച്ചേക്കെന്ന് പറഞ്ഞാൽ ഹീറ്റ് ലോസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അവർ ചോദിച്ചാൽ ഹീറ്റ് ലോസ്. പക്ഷേ നമുക്കറിയാം ഇവിടെ A വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യില്ല. Q/A നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതൊരു ട്രിക്കാണ്. നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ രീതിയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നോർമലി അങ്ങനെയാണ്. ഏരിയ തരാത്തപ്പോൾ നമ്മൾ യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് Q എന്ന് വിളിച്ച് ഓക്കെ Q എന്ന് പറയുന്നത് T1 മൈനസ് ബാക്കിയുള്ളവരെല്ലാം. ഓക്കെ, നമുക്ക് അവർ ചോദിച്ചാൽ ഹീറ്റ് ലോസ്. അപ്പോൾ നമുക്ക് ഏത് അവർ ചോദിച്ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം Q എന്നാണ്. അപ്പോൾ Q എന്ന് പറയുമ്പോഴേക്കും ഇത് നമുക്കറിയാം ഇത് 3 സെയിം ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും എടുത്താൽ മതി. മനസ്സിലായോ? Q സെയിം ആയതുകൊണ്ട് ഏത് 3 പാർട്ട് എടുത്താലും ഒന്നെങ്കിൽ ഹോള് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഫയർ ബ്രിക്ക് എല്ലോൺ, ഇൻസുലേഷൻ എല്ലോൺ. ഞാൻ അപ്പോൾ ഇതാണ് എടുക്കുന്നത്. ഓക്കെ, ഏതെടുത്താലും സെയിം തന്നെ. ഓക്കെ, Q = T1 മൈനസ് T2 ബൈ LA ബൈ KA എന്ന് പറഞ്ഞാൽ 1325 മൈനസ് 1200 0.114 ബൈ 0.84. അത് MM-ലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, മീറ്ററിലായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്തില്ലേ, മീറ്ററിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 916.23 വാട്ടേ ഉള്ളായിരുന്നു. ഓക്കെ, നമുക്ക് ഹീറ്റിന് യൂണിറ്റ് വാട്ടെന്ന് അറിയാം. ബട്ട് നമ്മൾ യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്തിരിക്കുന്നത് Q/A ആണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് Aയുടെ പാരാമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പെർ മീറ്റർ സ്ക്വയർ. ആ മീറ്റർ സ്ക്വയർ കൊണ്ട് ഇപ്പുറം വന്നില്ലേ, Q/A അല്ലേ അപ്പം ഇത് വരുന്നത്. അതുകൊണ്ടാണ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ വന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ഒന്നുമില്ല. LA നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തിക്നെസ് ആണ്. അപ്പോൾ LA LBയും കണ്ടുപിടിച്ചാൽ മതി. അവർ ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നൊന്നിൽ എക്സ്പ്രസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. Q = T ബൈ ആ ഇക്വേഷൻ അറിയാം. Q = A ഇൻറ്റു അല്ലെങ്കിൽ ΔT/L/K എന്നറിയാം. ഈ ക്വസ്റ്റ്യൻ A തന്നിട്ടില്ല. അപ്പോൾ യൂണിറ്റ് ഏരിയ കണ്ടീഷൻ ഇതിൽ Q/A കൺസിഡർ ചെയ്യണം. ഓക്കെ, സിൻസ് ഏരിയ ഈസ് നോട്ട് ഗിവൺ. അങ്ങനെയാണ് മിക്ക ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ വേറെ Q എന്ന് വിളിക്കും. ഈ Q അല്ലല്ലോ, ഈ Q യൂണിറ്റ് ഏരിയ അല്ലേ. അപ്പോൾ അതിന് Q എന്ന് വിളിക്കുന്നു. ഈ ടൈപ്പ് പ്രോബ്ലമൊക്കെ ഇങ്ങനെയായിരിക്കും തരുന്നത്. ഏരിയ തരാത്തപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ബാക്കിയുള്ള വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ΔT ബൈ ബാക്കിയുള്ള L/KA. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q എല്ലാത്തിനും സെയിം ആണ്. ആദ്യത്തെ ഫയർ ബ്രിക്ക് മാത്രം സെയിം ആയിരിക്കും, തിരിച്ച് ഇൻസുലേറ്റിംഗ് മാത്രമായിരിക്കും. മൊത്തത്തിലെടുത്താലും Q സെയിം ആയിരിക്കും. എല്ലാത്തിനും ത്രൂ ഔട്ടും ഇൻഡിവിജ്വലും എല്ലാം സെയിം ആയതുകൊണ്ട് ഇവിടെ ബൈ ഇക്വേറ്റിംഗ് ആയി നമുക്ക് ഈ അൺനോൺ പാരാമീറ്റർ LA LB കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും രണ്ട് എടുക്കുന്നു. ഇവിടെ ഞാൻ ഫസ്റ്റത്തെ ഫയർ ബ്രിക്കിൻ്റെ മാത്രം ലോണും ടോട്ടലും എടുത്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്തു LA കണ്ടുപിടിച്ചു. നമുക്കറിയാം LAയും ഇത് ചെയ്യുമ്പോഴേ നമുക്കറിയാം ഒന്നിൽ പലതും വരും. ഒന്നെങ്കിൽ എക്സ്പ്രസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് LA കിട്ടി. മറ്റേത് ചെയ്യുമ്പോൾ LB ആയിരിക്കും കിട്ടുന്നത്. എങ്ങനെയാണെങ്കിലും ചെയ്യാം. LA LBയും കിട്ടുന്നു. അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ ഫയർ ബ്രിക്ക്. ക്വസ്റ്റ്യനിൽ അവർ
തിക്നെസ് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ. റിയാക്ടർ വാളിൻ്റെ തിക്നെസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചത്. അപ്പം തിക്നെസ് ഓഫ് ഫയർ ബ്രിക്ക് ആൻഡ് ഇൻസുലേഷൻ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് എടുത്താൽ സെപ്പറേറ്റ് എടുത്താൽ മതി. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അത് ടോട്ടൽ തിക്നെസ് റിയാക്ടർ വാളെന്ന് വെച്ചാൽ LA+LB എടുത്തത്, അത് അങ്ങനെ ചെയ്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഹീറ്റ് ലോസ് ചോദിച്ചിട്ടുള്ളൂ. കൺസിഡർ ദ ഹീറ്റ് ലോസ്. ഹീറ്റ് ലോസ് ചോദിച്ചിട്ടുള്ളൂ. ബട്ട് അത് പെർസ്യൂമിങ് ഇന്ന ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അത് ഇതല്ലേ Q നമുക്ക് എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കാം. 3 ഫേസിൽ ഏതെങ്കിലും എടുത്ത് ഇക്വേറ്റ് ചെയ്താൽ മതി. പക്ഷേ നമുക്കറിയാം ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും യൂണിറ്റ് ഏരിയ കണ്ടീഷൻ Q/A നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ബാക്കിക്ക് ഏതെങ്കിലും വെച്ച് അവിടെ ആ ഹീറ്റ് ലോസ് കണ്ടുപിടിക്കുന്നത് 916 Watt/m². Q/A എടുത്തുകൊണ്ടാണ് ഈ m², വന്നത്, അല്ലെങ്കിൽ ഹീറ്റ് യൂണിറ്റ് വാട്ടേ എടുത്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇത് കോമ്പോസിറ്റ് വാളിൽ 2 എണ്ണം മാത്രമേ ഉള്ള കോമ്പോസിറ്റ് വാളാണ്. പിന്നെ നമ്മൾ ഇൻഡിവിജ്വലി അത് പ്ലെയിൻ വാളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. താങ്ക് യു.